നേരത്തെ തന്നെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടി വിശദമായി ജനങ്ങൾക്ക് മനസ്സിലായതാണ്. ഇതുപോലെയുള്ള പ്രചാരവേല യഥാർത്ഥത്തിൽ CPM-ന് എതിരായി നടത്തുന്ന ഒരു പ്രചാരവേലയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഒരു വസ്തുതയും അതിലില്ല. CPIM ഒത്തുതീർക്കേണ്ട എന്തെങ്കിലും ഒരു പ്രശ്നം അതിലുണ്ടായിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ സോളാർ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു പദ്ധതിയെ അഴിമതി മലീമസമായ ഒന്നാക്കി മാറ്റിയത് അന്നത്തെ UDF സർക്കാരാണ്. അതാണ് ജനങ്ങളാകെ തിരിച്ചറിഞ്ഞത്. അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനമാകുന്നത് എപ്പോഴാണ്? അതുവരെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു. അല്ല, അതിൽ സമരം അവിടെ നടക്കുകയാണല്ലോ. ആ സമര സമയത്താണല്ലോ ഇത് സംബന്ധിച്ച് നേതാക്കളുമായിട്ടുള്ള ചർച്ചയും മറ്റുള്ളതൊക്കെ വരുന്നത്. അപ്പം അതിലെന്താ വേറെ കാര്യം? സമരസമയത്ത് യഥാർത്ഥത്തിൽ ചർച്ചയിലൂടെ ഒരു ഡിമാൻഡ്, സമരത്തിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണല്ലോ മറ്റ് വിശദാംശങ്ങളെല്ലാം ആളുകൾ മനസ്സിലാക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ഞെട്ടലുണ്ടാക്കിയതല്ലേ. മുഖ്യമന്ത്രിയെ ജനങ്ങൾ പുറത്താക്കിയല്ലോ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ്. അല്ലാന്ന് നമ്മളതിൽ കാണേണ്ടത് 1994 നവംബർ 25 കൂത്തുപറമ്പിലെ വെടിവെപ്പിനെ തുറന്ന് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധമുണ്ട്. അന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ആ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അന്ന് ജുഡീഷ്യൽ അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത് 96 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതുപോലെയുള്ള മർദ്ദക വീരന്മാരും അഴിമതിക്കാരുമായിട്ടുള്ള സർക്കാരിനെ തന്നെ പുറത്താക്കി. അത് തന്നെയാണ് പിന്നീടുണ്ടായ സോളാർ അഴിമതി സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടും സമരവും. തുടർന്ന് ജനങ്ങളെക്കാൾ വലിയ ശക്തി വേറൊന്നില്ലല്ലോ. ജനങ്ങൾ ജനാധിപത്യ മാർഗത്തിലൂടെ അന്നത്തെ ഭരണത്തെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല, അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നല്ലോ. നിങ്ങൾ ഇത് ചെറിയ കാര്യമല്ലല്ലോ. ഒന്നുമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു അന്വേഷണത്തിലേക്ക് എത്തിയത് സമരമാണല്ലോ. പിന്നീട് ഇത് കൂത്തുപറമ്പ് സംഭവത്തിന് സമാനമാണ്. ഇതും കൂത്തുപറമ്പ് സംഭവവും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, ഇതും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. തുടർന്ന് സ്വാഭാവികമായും അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് വന്നു, രണ്ടിൻ്റെയും റിപ്പോർട്ട് വന്നു. കുറ്റക്കാരെല്ലാം അന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്തവരാണ് എന്നുള്ളതും വന്നു. തുടർന്ന് ജനങ്ങൾ ജനാധിപത്യ മാർഗത്തിലൂടെ ഈ പ്രശ്നങ്ങളടക്കം ജനവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവർക്ക് അന്നത്തെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടിയും നൽകി ഇടതുപക്ഷം അധികാരത്തിൽ വരികയും ചെയ്തു. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയെ പുറത്താക്കണം. മുഖ്യമന്ത്രിയെ പുറത്താക്കുന്നത് ജനാധിപത്യ മാർഗത്തിലൂടെ ജനങ്ങൾ തന്നെ നിർവഹിച്ചു കഴിഞ്ഞു. അതിൽ പിന്നെ എന്താ വേറൊന്ന് പറയണ്ടേ? ഇപ്പോ കേസിലുള്ള അന്വേഷണം ഉന്നതരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലത്തെ വിഡിത്തം വേറിയതുണ്ടോ? എന്തെങ്കിലും ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഉന്നതങ്ങൾ എന്ന് പറയുന്നത് ആരാണെന്ന് പിണറായി വിജയനല്ലേ. പിണറായി വിജയനെതിരായി എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അന്ന് UDF ഏതെങ്കിലും ഒരു കത്ത് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ SNC ലാവ്ലിൻ കേസിൽ പ്രതിയാകും. അതുകൊണ്ട് ആ വാദത്തിനെ പ്രസക്തിയില്ല. ഇനി ഇപ്പോഴെടുക്കാം നിയമസഭയിൽ എന്തെല്ലാം കോപ്രായങ്ങളാണ്. ആ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബലിയാടല്ലേ, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതല്ലേ, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി തന്നെ പറഞ്ഞില്ലേ. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവിനെതിരായിട്ട് ഇതുപോലെയുള്ളത് ഇനിയും വരും. അതുകൊണ്ട് ഒത്തുതീർപ്പിന്റെ ഒരു പ്രശ്നവും ഉത്ഭവിക്കുന്നില്ല. ഈ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചാണ് ജുഡീഷ്യൽ അന്വേഷണത്തെ തയ്യാറാണെന്ന് സർക്കാർ പറഞ്ഞതാണ്. എന്നിട്ട് പക്ഷേ സമരവുമായിട്ട് സർക്കാർ മുന്നോട്ട്
ഒരിക്കൽ മുന്നോട്ട് പിന്നെ അതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചപ്പോൾ സമരം അവസാനിപ്പിച്ചു. സമരഘട്ടത്തിലൊന്നും അത് പറഞ്ഞിട്ടില്ല കേട്ടാ. ഉത്തരവിന്റെ കള്ളസയില്ല. നിങ്ങൾ 94 സാഹചര്യം നോക്കിയാൽ കൂത്തുപറമ്പ് വെടിവെപ്പ് അതിന് സമാനമാണ് സോളാർ അഴിമതി കേസ്. സമാനമാണ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അന്നും സോളാർ അഴിമതി കേസിന്റെ കാര്യത്തിൽ ഉണ്ടായതും സമാനതകൾ ഉള്ളതാണ്. അത് രണ്ടിലും ഗവൺമെന്റ് ഒരു തീരുമാനം വന്നു. തീരുമാനം വന്നപ്പോൾ സ്വാഭാവികമായും അത് സമരം അവസാനിച്ചു. സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലുള്ള ഈ ക്യാമ്പയിൻ, ഈ മർദ്ദക ഗവൺമെന്റിനെതിരായി, ഈ അഴിമതി ഗവൺമെന്റിനെതിരായുള്ള ക്യാമ്പയിൻ തുടരും. അത് തുടർന്നതാണ് ജനാധിപത്യ മാർഗത്തിലൂടെ ബാലറ്റിലൂടെ ആ ഗവൺമെന്റിനെ പുറത്താക്കാൻ കഴിഞ്ഞത്. ആര് പറഞ്ഞു? അന്ന് നടത്താമെന്ന് പറഞ്ഞു. നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പ്രതിരോധത്തിലായിരുന്നു അവർ. ഒരാളും അവരുടെ കൂടെയുള്ള ഘടകകക്ഷികൾ പോലും ന്യായീകരിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അതിന്മേലുള്ള തുടർ നടപടികൾ വരുന്നത് അന്ന് ഉയർന്നു വന്ന ജനരോഷത്തെ തുടർന്നാണ്. യഥാർത്ഥത്തിൽ കൂത്തുപറമ്പ് വെടിവെപ്പിനെതിരായിട്ടുള്ള സമരം അന്ന് ആരംഭിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അന്ന് ആശുപത്രിയിലായിരുന്നല്ലോ പരിക്കേറ്റിട്ട്. അപ്പൊ അന്ന് ആരംഭിക്കുന്നുണ്ട് സമരം പുറത്ത്. മുഖ്യമന്ത്രിക്ക് മകൾക്കെതിരെ വിജിലൻസ് കോടതി പോയാണ് മാത്യു കുഴൽനാടൻ ആദ്യം പറഞ്ഞത് എന്താ? ഇത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ മാപ്പ് പറയുന്നു. അദ്ദേഹത്തോട് മാപ്പ് പറയാനേ പാടില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വമല്ലേ? കോൺഗ്രസിന്റെ ബലിയാടാണ് യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടൻ. കോൺഗ്രസ് നേതൃത്വം ഉന്നതതല ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇതുപോലെയുള്ള കള്ളക്കേസുകൾ കോടതിയിൽ സമർപ്പിക്കാൻ ചിലരി അങ്ങ് നിയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വിധി വന്നാൽ എന്താ വിധി? രാഷ്ട്രീയ പ്രേരിതമാണ് മാസപ്പടി കേസ്. ആ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസ് പൂർണ്ണമായി കോടതി എടുത്തു കളയുമ്പോൾ അതിന്മേൽ കോൺഗ്രസ് ഒരു ക്ഷമാപണമെങ്കിലും നടത്തണ്ടേ? LDF ജയിക്കും. കേരളത്തിലെ മഹാഭൂരിപക്ഷ സീറ്റുകളും LDF ജയിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2004 കേരളത്തിൽ ആവർത്തിക്കുക. കണ്ണൂരിൽ 2014 നല്ല തിളക്കമുള്ള വിജയം ഉണ്ടാകും. അത് 4-ാം തീയതി വരെ എല്ലാവർക്കും സ്വപ്നം കാണാലോ. അല്ല, അതൊക്കെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ജനങ്ങൾ പെട്ടിയിലേക്ക് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞത് നമ്മൾ ഇനിയിപ്പോ ഇവിടുന്ന് എത്ര ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് ജനങ്ങൾ തീരുമാനിക്കുന്ന ഭൂരിപക്ഷമാണ്. ഏതായാലും ഭൂരിപക്ഷ സീറ്റുകൾ ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകാൻ തീരുമാനിച്ചതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്.